പ്രിയമുള്ളവരെ, മലപ്പുറം ജില്ലയിലെ കൽപ്പകഞ്ചേരി 16-ാം വാർഡ് തോട്ടായിയിൽ നൂറുൽ ഇസ്ലാം മദ്രസ അങ്കണത്തിൽ വെച്ച് ഭൗതിക വിദ്യാഭ്യാസ മേഖലയിലും ആത്മീയ വിദ്യാഭ്യാസ മേഖലയിലും മികവ് തെളിയിച്ച വിദ്യാർത്ഥികളെ ആദരിക്കൽ ചടങ്ങിലെ കാഴ്ചകളാണ് ഈ വീഡിയോയിലൂടെ നമ്മൾ കാണാൻ പോകുന്നത്. ഈ പരിപാടിയിൽ വിശിഷ്ട അതിഥിയായി അവർ ക്ഷണിച്ചിട്ടുള്ളത് കൽപ്പകഞ്ചേരി പോലീസ് സ്റ്റേഷൻ SI ദേവൻ സാറിനെയാണ്. അവർ ഇങ്ങോട്ട് കടന്നു വരുന്ന കാഴ്ചകളാണ് തുടക്കത്തിൽ നമ്മൾ കണ്ടത്. എന്തായാലും ഒരു ഗ്രാമത്തിനുള്ളിൽ നടന്ന ഒരു ചെറിയ പരിപാടി എന്ന അർത്ഥത്തിൽ ഈ വീഡിയോയെ മാന്യപ്രേക്ഷകർ തള്ളിക്കളയരുത്. കാര്യം വർത്തമാനകാല സാഹചര്യത്തിൽ നമ്മൾ അഭിമുഖീകരിക്കുന്ന പല പ്രശ്നങ്ങളും ഈ വീഡിയോയിലൂടെ ചർച്ചയാകുന്നുണ്ട്. ഇവിടെ നമ്മൾ കാണുന്നത് മദ്രസ മുഅല്ലിം മൂസക്കുട്ടി റഹ്മാനി സദസ്സിന് സ്വാഗതം ആശംസിക്കുന്ന കാഴ്ചകളാണ്. നാം എല്ലാവരും ഈ അവസരത്തിൽ ഒരുമിച്ച് കൂടിയിരിക്കുന്നത് ഒരു വലിയൊരു സന്തോഷത്തിൻ്റെ ഒരു മുഹൂർത്തത്തിലാണ്. പ്രിയമുള്ളവരെ, പ്രഭാഷണങ്ങളൊന്നും മുഴുവനായും ഉൾപ്പെടുത്താൻ സാധിക്കില്ല. കാര്യം വീഡിയോയുടെ ലെങ്ത് പരിധി വിട്ട് വർദ്ധിക്കും. അവരുടെ പ്രഭാഷണത്തിലൂടെ അവർ നൽകിയ സന്ദേശങ്ങളൊക്കെ ഒരല്പഭാഗം ഇതിൽ ഞാൻ വിശദീകരിക്കുന്നുണ്ട്. അതിനിടയിൽ ഇങ്ങനെ ഒരു പരിപാടി ഇവിടെ സംഘടിപ്പിച്ചത് ആരായിരിക്കും എന്ന് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. ഈ ഗ്രാമത്തിനുള്ളിലെ യുവാക്കളുടെ ഒരു കൂട്ടായ്മയുണ്ട്. ആ കൂട്ടായ്മയുടെ പേര് എൻ്റെ തോട്ടായി എന്നാണ്. അതിൻ്റെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നതിൻ്റെ ഭാഗമായി അവർക്കൊരു വാട്സപ്പ് കൂട്ടായ്മയുണ്ട്. കാര്യം നല്ലൊരു ശതമാനം ആളുകളും പ്രവാസി സുഹൃത്തുക്കളായതുകൊണ്ട് നാട്ടിലുള്ളവർക്കും പ്രവാസ ലോകത്ത് ജീവിക്കുന്നവർക്കും ഒരുമിച്ച് തങ്ങളുടെ നാടുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചർച്ച ചെയ്യപ്പെടാൻ അത്തരം സംവിധാനങ്ങൾ ഉപകാരപ്രദമാകും എന്നൊരു തിരിച്ചറിവിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനെ ഒരു വാട്സപ്പ് കൂട്ടായ്മയ്ക്ക് അവർ തുടക്കം കുറിച്ചിട്ടുള്ളത്. മാത്രമല്ല, തങ്ങളുടെ ഗ്രാമത്തിൽ പ്രതിസന്ധികളും പ്രയാസങ്ങളും അനുഭവിക്കുന്ന ആളുകളെ ചേർത്ത് പിടിക്കാനും അവർക്ക് തങ്ങളാൽ ചെയ്യാൻ സാധിക്കുന്ന സാമ്പത്തികവും ശാരീരികവുമായ സഹായങ്ങൾ ചെയ്യുന്നതിലും എൻ്റെ തൊട്ടായി വാട്സപ്പ് കൂട്ടായ്മയുടെ കീഴിൽ ധാരാളം സേവനങ്ങൾ ഇതുവരെ നടന്നു പോന്നിട്ടുണ്ട്. സ്വാഗത പ്രഭാഷണത്തിന് ശേഷം അധ്യക്ഷ പ്രഭാഷണമാണ് ഇവിടെ നടക്കുന്നത്. ഇടത്തരത്തിൽ കുഞ്ഞലവിയാണ് ഈ പരിപാടിയുടെ അധ്യക്ഷൻ. വിജയം കൈവരിക്കുന്ന ഒരു ചടങ്ങ് അവർക്ക് കിട്ടുന്നത് ഒന്നില്ലെങ്കിൽ +2 കഴിയുമ്പോഴോ അല്ലെങ്കിൽ SLC കഴിയുന്ന സമയങ്ങളിലാണ്. ഇതിന് ഈ നാട്ടുകാരിൽ ഈ കൂട്ടായ്മ വലിയ ഒരു പ്രോത്സാഹനമാണ് നൽകുന്നത്. അതിൻ്റെ ഭാഗമായാണ് നമ്മുടെ തോട്ടായി മദ്രസാങ്കണത്തിൽ ഇങ്ങനെ ഒരു ചടങ്ങ് സംഘടിപ്പിച്ചിട്ടുള്ളത്. ഇതിൻ്റെ ആരെങ്കിലും പിന്നണിയിലുമായി പ്രവർത്തിച്ച ഈ കൂട്ടായ്മയുടെ സംഘാടകർക്ക് ആദ്യം തന്നെ ഞാൻ ആശംസകൾ അറിയിക്കുന്നതാണ്. പ്രത്യേകിച്ച് നമ്മുടെ നാട്ടിൽ ഈ വിദ്യാഭ്യാസ രംഗത്ത് കുട്ടികളെ കൂടുതൽ ശ്രദ്ധ ആകർഷിക്കുക, അവർക്ക് വേണ്ട പ്രോത്സാഹനങ്ങളും സഹായങ്ങളൊക്കെ നൽകുക. ചില കുട്ടികളുണ്ടായിരിക്കും സാമ്പത്തികമായി കുറച്ച് പിന്നോക്കം നിൽക്കുന്ന ആൾക്കാരൊക്കെ ആണെങ്കിൽ നമ്മളുടെ ഈ കൂട്ടായ്മയിലൂടെ അവർക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ഏർപ്പെടുത്താനുള്ള ഒരു. പ്രിയമുള്ളവരെ, ഉദ്ഘാടന പ്രഭാഷണം നടത്തുകയാണ് കൽപ്പകഞ്ചേരി SI ദേവൻ സാർ. ഒത്തിരി ഉപകാരപ്രദമായ സന്ദേശങ്ങളാണ് അവരുടെ പ്രഭാഷണത്തിലുടനീളം ശ്രദ്ധിക്കാൻ സാധിച്ചത്. പ്രത്യേകിച്ച് സാമ്പത്തികമായി പ്രയാസങ്ങൾ നേരിടുന്ന കുടുംബങ്ങളിലെ വിദ്യാർത്ഥികൾ, തുടർ പഠനത്തിന് പ്രയാസങ്ങൾ അനുഭവിക്കുന്നവരുണ്ടാകും. അവരുടെ രക്ഷിതാക്കളുടെ കയ്യിൽ അതിനായിട്ടുള്ള സാമ്പത്തിക ഭദ്രതയുടെ കുറവ് കാരണത്താൽ അങ്ങനെയുള്ള കുഞ്ഞുങ്ങളൊന്നും ഭൗതിക വിദ്യാഭ്യാസം നേടുന്നതിൽ പ്രയാസം അനുഭവിക്കാൻ പാടില്ല. അത്തരം കാര്യങ്ങളും കൂടി നിങ്ങളുടെ ശ്രദ്ധയിൽ ഉണ്ടായിരിക്കണം എന്നുള്ളതും, അതുപോലെ തന്നെ ലഹരി മാഫിയയുടെ പിടിയിൽ അകപ്പെട്ടു പോകാതെ നമ്മുടെ വിദ്യാർത്ഥികളെ എല്ലാം സംരക്ഷിച്ച് നിലനിർത്തേണ്ടതിൻ്റെ ആവശ്യകതകളും അദ്ദേഹം പ്രത്യേകമായി സൂചിപ്പിക്കുകയുണ്ടായി. അതിനിടയിൽ ഉയർന്ന മാർക്കോടുകൂടെ +2 പാസ്സായ 2 വിദ്യാർത്ഥികൾക്കുള്ള സമ്മാനദാനമാണ്. മറ്റൊരു പ്രത്യേകത, എൻ്റെ തോട്ടായി കൂട്ടായ്മയുടെ കീഴിൽ സംഘടിപ്പിച്ച ഈ പരിപാടിയിൽ കുടുംബസമേതം ജാതിമത രാഷ്ട്രീയ ഭേദമന്യേ ഒത്തിരി ആളുകളാണ് ഈ മദ്രസ അങ്കണത്തിൽ എത്തിച്ചേർന്നിട്ടുള്ളത്. ഇവിടെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ആശംസാ പ്രഭാഷണമാണ്. മുതുവാട്ടിൽ അബ്ദുൽ കരീം എന്നവരാണ് ആശംസ അറിയിച്ചുകൊണ്ട് കടന്നു വന്നിട്ടുള്ളത്. ടീച്ചർ വീണ്ടും ആ കുട്ടീനെ തെരഞ്ഞെടുത്തു. എന്നിട്ട് കുട്ടീനെ കണ്ടപ്പോൾ ടീച്ചർ ചോദിച്ചു, മോനെ സാറല്ലേ കേട്ടോ? അപ്പൊ കുട്ടി ടീച്ചറോട് ചോദിച്ചു, എന്തിനാ? അപ്പൊ ടീച്ചർ പറഞ്ഞു, ഈ കുറേ പ്രാർത്ഥിച്ചിട്ടും തോറ്റുപോയില്ലേ, എനിക്ക് സങ്കടം ഉണ്ടാവൂലേ സാറല്ല എന്ന് പറഞ്ഞപ്പോൾ കുട്ടി ടീച്ചറോട് ചോദിച്ചു, ടീച്ചർ നിങ്ങൾ എന്റെ മുഖത്തേക്ക് നോക്കി, എന്തെങ്കിലും സങ്കടം കാണുന്നുണ്ടോ? അപ്പൊ ടീച്ചർ പറഞ്ഞു, ഇല്ല സങ്കടമില്ല. അതെന്താ? അപ്പൊ കുട്ടി പറഞ്ഞു, ടീച്ചർ ഞാൻ പ്രാർത്ഥിച്ചത് ജയിക്കാൻ വേണ്ടിയിട്ടല്ല. അപ്പൊ ടീച്ചർ ചോദിച്ചു, പിന്നെ എന്തിനാ പ്രാർത്ഥിച്ചത്? അപ്പൊ കുട്ടി പറയും, ഞാൻ പ്രാർത്ഥിച്ചത്, ദൈവമേ ഞാൻ ഓട്ട മത്സരത്തിന് പോവുകയാണ്, എന്റെ കൂടെ ഓടാൻ നിൽക്കുന്ന എല്ലാവർക്കും എന്നെക്കാൾ ഓടാൻ അറിയാം, അതുകൊണ്ട് ഞാൻ എന്തായാലും തോൽക്കും. ഞാൻ തോറ്റാ എന്റെ ക്ലാസ്സിലുള്ള കുട്ടികൾ എന്നെ കളിയാക്കും. ആ കളിയാക്കുന്ന സമയത്ത്
എനിക്ക് സങ്കടം ഉണ്ടാവരുതേ എന്ന് ഞാൻ പ്രാർത്ഥിച്ച്. കളിയാക്കുന്ന സമയത്ത് എനിക്ക് സങ്കടം ഉണ്ടാവരുതേ എന്ന് ഞാൻ പ്രാർത്ഥിച്ച്. ക്വാളിറ്റിയും ക്വാളിഫിക്കേഷൻ വ്യത്യാസമുണ്ട്, രണ്ട് വ്യത്യാസമുണ്ട്. ക്വാളിഫിക്കേഷൻ പല ഭാഗത്തു നിന്നും പല അളവിലാണ് എല്ലാവർക്കും കിട്ടുക. നമ്മളെ കൂടെ പഠിക്കണ ഇന്റെ ഇടത്തെ സൈഡിലും വലത്തെ സൈഡിലുള്ള ആൾക്കാർക്ക് ഒരേ മാർക്ക് ഉണ്ടാവില്ല. പരീക്ഷയ്ക്ക് പേപ്പർ കിട്ടിയാൽ നമ്മളെ വീട്ടിൽ നിന്ന് രക്ഷിതാക്കൾ ചിലപ്പോൾ അപ്പുറത്തുള്ള ആളെ മാർക്കാ ചോദിക്കാം. രക്ഷിതാക്കളോട് പറയണ്ടാണ്, നിങ്ങളോട് പറയണ്ടല്ല. രണ്ടാൾക്ക് ഒരേ മാർക്ക് ഉണ്ടാവോ? രണ്ടാൾക്ക് ഒരേ അറിവുണ്ടാവില്ല. രണ്ടാൾ വ്യത്യസ്തരാണെന്നൊരു സാധനം ഉണ്ട്. അതുകൊണ്ട് തന്നെ അപ്പുറത്തുള്ള മനുഷ്യനെയും കൂടെ അംഗീകരിക്കാനുള്ള ക്വാളിറ്റി നമുക്ക് ഉണ്ടാവുമ്പോഴാണ് നമ്മുടെ ഉള്ളിലെ സാധനം വലുതാവും. ചുറ്റുള്ള ആൾക്കാർ നമ്മളെ പലതും പറഞ്ഞ് കളിയാക്കും. ഒരു കൊതുകിന്റെ കഥ പറയാറുണ്ട്. കൊതുകിന്റെ കുട്ടി വെള്ളത്തിൽ കുറെ ആളുകൾ കുറച്ചു നേരം ഇവിടെ വന്നിരുന്നിട്ട് ഇപ്പൊ എല്ലാം മോട്ടിവേഷൻ നടക്കാൻ കഴിഞ്ഞു ഇവിടെ പോവാന്നുള്ള ഹാപ്പിയില്. എങ്ങനായാലും നമ്മൾ ഇങ്ങനെ ഒരു പരിപാടി സംഘടിപ്പിച്ചു. മാഷാ അല്ലാഹ്, നല്ലൊരു പരിപാടി. പരിചരിക്കും നന്ദി അറിയിക്കുന്നു. സ്വാഗതം നിർവഹിച്ച മൂസക്കുട്ടി. ഇനി മുന്നോട്ട് നമ്മൾ കാണാൻ പോകുന്നത് സമ്മാനദാന ചടങ്ങുകളാണ്. അതിനിടയിൽ ഇതിനു മുന്നോടിയായി നടന്ന 2-3 പ്രഭാഷണങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും. വളരെ കുറഞ്ഞ ഭാഗങ്ങൾ മാത്രമേ ഉൾപ്പെടുത്താൻ സാധിച്ചിട്ടുള്ളൂ. അതിലാദ്യമായി നടന്ന പ്രഭാഷണം നല്ല രീതിയിലുള്ള ഒരു മോട്ടിവേഷൻ ക്ലാസ് ആയിരുന്നു. അനൂഫ് പറവന്നൂരായിരുന്നു ആ ക്ലാസ് നയിച്ചത്. മോട്ടിവേഷൻ സ്പീച്ച് നടത്തുന്നതിൽ മികവ് തെളിയിച്ച ഒരു വ്യക്തിത്വത്തിൻ്റെ ഉടമയും കൂടിയാണ് അദ്ദേഹം. രക്ഷിതാക്കൾക്കും കുട്ടികൾക്കും വളരെയേറെ ഉപകാരപ്രദമാകുന്ന നല്ലൊരു ക്ലാസ് തന്നെ അദ്ദേഹം സമ്മാനമായി നൽകി. അതിനുശേഷം സയ്യിദ് സാദിഖ് തങ്ങൾ ആശംസ അറിയിച്ചുകൊണ്ട് കടന്നു വന്നു. അവസാനമായി ഈ പരിപാടിക്ക് സമാപനം കുറിച്ചുകൊണ്ട് നന്ദി അറിയിച്ച് കടന്നു വന്നത് സനാബ് നെടുവഞ്ചേരിയായിരുന്നു. പ്രിയമുള്ളവരെ, വീഡിയോ ചുരുക്കുകയാണ്. വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായ നിർദ്ദേശങ്ങൾ പ്രതീക്ഷിച്ചുകൊണ്ട് താങ്ക് യു ഫോർ വാച്ചിങ്. ജയ് ഹിന്ദ്.